നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ വസലി മാലിനിൻ ബെങ്കോ ഗാംബിറ്റിനെതിരെ നടത്തിയ വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1988-ലാണ്. വിക്ടർ സാവനോവ് എന്ന ചെസ് പ്ലെയർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എതിരാളി. ഈ ഗെയിമിൽ അദ്ദേഹം വൈറ്റ് സൈഡും സാവനോവ് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. ഇതും ഒരു ബെങ്കോ ഗാംബിറ്റ് ഗെയിമാണ്. ആദ്യത്തെ 10 മൂവുകൾ നമ്മുടെ കഴിഞ്ഞ ഗെയിമിൽ കണ്ട അതേ മൂവുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് വേഗത്തിൽ പോകാം. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഗെയിം കാണാൻ ശ്രമിക്കുക. ഇവിടെ ബ്ലാക്ക് വേഗം കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുകയാണ്. എന്നാൽ വൈറ്റ് കാസ്ലിംഗിന് ശ്രമിക്കുന്നതിന് പകരം വളരെ വേഗം കിങ്സിലേക്ക് അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടി H5 മൂവ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കഴിഞ്ഞ ഗെയിമിൽ വിശദമായി കാണിച്ചതുകൊണ്ടാണ് ഇപ്പോൾ വേഗത്തിൽ പോയത്. ആ ഗെയിമിൽ ഇവിടെ ബ്ലാക്ക് നൈറ്റ് വെച്ച് H5 പോയിടുകയും വൈറ്റ് റോക്ക് വെച്ച് തിരിച്ചു കെട്ടി ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമായിരുന്നു. എന്നാൽ ഈ ഗെയിമിൽ ബ്ലാക്ക് നൈറ്റ് വെച്ച് പോൺ കിട്ടുന്നില്ല. പകരം അടുത്ത നൈറ്റും കൂടെ ഡെവലപ്പ് ചെയ്യാണ്. നൈറ്റിനെ D7 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവാണ്. പോൺ വെച്ച് പോൺ കിട്ടുന്നു, ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇതോടെ വൈറ്റിന് റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇവിടെ വൈറ്റ് ബിഷപ്പിനെ H3 ഡെവലപ്പ് ചെയ്യുന്നു, ബ്ലാക്ക് റൂക്കിനെ E8 കൊണ്ടുവരുന്നു. വൈറ്റ് ക്വീനെ C2 ഡെവലപ്പ് ചെയ്യുന്നു, ബ്ലാക്ക് റൂക്കിനെ B8 കൊണ്ടുവന്ന് B2 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ 1-2 മൂവുകളിൽ വ്യത്യാസം വന്നെങ്കിലും ഗെയിം ഏകദേശം നമ്മുടെ കഴിഞ്ഞ ഗെയിമിൻ്റെ അതേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ഗെയിമിൽ കണ്ടതുപോലെ തന്നെ വൈറ്റ് ഈ ബിഷപ്പിനെ ഇവിടുന്ന് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ B2 സ്ക്വയറിലേക്ക് ക്വീനിൻ്റെ കൺട്രോൾ മാത്രമായി മാറും. ആ സമയത്ത് ഈ നൈറ്റിനെ ഇവിടുന്ന് മാറ്റിക്കൊണ്ട് ബിഷപ്പിൻ്റെ സഹായത്തോടെ ഈ B2 സ്ക്വയറിലേക്ക് സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്ക് കൊടുക്കുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ആരെങ്കിലും നമ്മുടെ കഴിഞ്ഞ ഗെയിം കാണാതെ ഉണ്ടെങ്കിൽ ആ ഗെയിം കണ്ടതിന് ശേഷം മാത്രം ഈ ഗെയിം കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ ഗെയിം കണ്ടവർക്കറിയാം, എപ്പോഴും എതിരാളിയുടെ പ്ലാനിന് അനുകൂലമായിട്ടുള്ള മൂവുകൾ നടത്തുന്ന ഒരു പ്ലെയറാണ് മാലിനിൻ. അദ്ദേഹം ഇവിടെയും ബ്ലാക്കിൻ്റെ പ്ലാനിന് അനുകൂലമായിട്ട് തന്നെ മൂവയാണ്. ബിഷപ്പിനെ E3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് B2 പോണിനുള്ള ഒരു സപ്പോർട്ട് ഒഴിവാക്കി കൊടുക്കുന്നു. ഇതോടെ ബ്ലാക്ക് പ്രതീക്ഷിച്ചതുപോലെ വൈറ്റിൻ്റെ ക്വീൻ സൈഡിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്കിന് ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ബ്ലാക്ക് ആ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു സാക്രിഫൈസിലൂടെയാണ് ബ്ലാക്ക് ഇവിടെ അറ്റാക്ക് ആരംഭിക്കുന്നത്. നൈറ്റ് ഉപയോഗിച്ച് D5 പോണായിട്ട് എടുത്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ പകുതി ഓപ്പൺ ആയിട്ടുണ്ട്. വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഡയഗണൽ പൂർണ്ണമായും ഓപ്പൺ ആവും. അതുകൊണ്ട് തന്നെ റൂക്ക് വെച്ച് B2 പോയിന്റ് എടുത്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാം. ഇപ്പോൾ E2 സ്ക്വയറിലേക്ക് ബ്ലാക്കിൻ്റെ ബിഷപ്പിന് കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ക്വീനെ അറ്റാക്ക് ചെയ്യുന്ന എങ്ങോട്ടെങ്കിലും മാറ്റുമ്പോൾ അടുത്ത മൂവിൽ റൂക്ക് വെച്ച് E2 പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. ഇതോടെ വൈറ്റിൻ്റെ റൂക്കിനെതിരെ ഡിസ്കവേർഡ് അറ്റാക്കും വന്നിട്ടുണ്ട്. ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ 2 സ്ക്വയറുകളേ ഉള്ളൂ. ഇപ്പോൾ F1 മൂവ് ചെയ്യുന്നതെങ്കിൽ റൂക്ക് വെച്ച് ബിഷപ്പിന് ഇട്ടിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് വരും. അല്ലാതെ D1 മൂവ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് റൂക്കിന് ഇട്ടുകയോ അല്ലെങ്കിൽ ക്വീനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവന്ന് വളരെ സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്ക് കൊടുത്തുകൊണ്ട് ബ്ലാക്കിനിവിടെ വിജയിക്കാനും കഴിയും. അങ്ങനെ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ബ്ലാക്ക് ഇവിടെ ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ വളരെ വ്യത്യസ്തമായ മൂവുകൾ കൊണ്ട് എതിരാളെയും കാണികളെയും ഒരുപോലെ ഞെട്ടിക്കുന്ന ഒരു പ്ലെയറാണ് മാലിനിൻ. കഴിഞ്ഞ ഗെയിമിൽ അദ്ദേഹം ക്വീൻ സൈഡിലേക്ക് കാസ്ലിംഗ് ചെയ്തുകൊണ്ടും അതുപോലെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. ഇവിടെയും അദ്ദേഹം വളരെ വ്യത്യസ്തമായൊരു മൂവ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ ബിഷപ്പിനെ D2 കൊണ്ടുവന്ന് ആ നൈറ്റിൻ്റെ സപ്പോർട്ട് എടുത്താലോ അല്ലെങ്കിൽ ബിഷപ്പിനെ C1 കൊണ്ടുവന്ന് ആ പോണിൻ്റെ സപ്പോർട്ട് എടുത്താലോ ഈ പ്രശ്നം വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ കഴിയും. എന്നാൽ അദ്ദേഹം ഇത് രണ്ടും ചെയ്യുന്നില്ല. എല്ലാവരെയും ഞെട്ടിക്കുന്നൊരു മൂവാണ് ചെയ്യുന്നത്. ക്വീൻ ഉപയോഗിച്ച് G6 പോണിട്ട് എടുത്തുകൊണ്ട് ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇത് ശരിക്കും എല്ലാവരെയും ഞെട്ടിക്കുന്നൊരു മൂവ് തന്നെയായിരുന്നു. കാരണം ഇത് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു സാക്രിഫൈസ് അല്ല. സ്റ്റോക്ക് ഫിഷ് ഇതിനെ ഒരു ബ്ലണ്ടറായിട്ടാണ് കണക്കാക്കുന്നത്. സ്റ്റോക്ക് ഫിഷിൻ്റെ കാൽക്കുലേഷനിൽ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ ബ്ലാക്കിനിവിടെ വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടുകയും ബ്ലാക്കിന് ഈ ഗെയിം ഈസിയായിട്ട് വിജയിക്കാനും കഴിയും. നമുക്ക് ഗെയിമിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ് പോൺ ഉപയോഗിച്ച് ക്വീൻ ഇട്ടെടുക്കുന്നു. ഇതോടെ ഈ ഡയഗണൽ ഓപ്പൺ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് ബിഷപ്പിനെ E6 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ചെക്ക് ഒഴിവാക്കാനായിട്ട് ബ്ലാക്കിന് വേറെ ഓപ്ഷനൊന്നുമില്ല.
കിങ്ങിനെ F8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് ഉണ്ട്. വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ആ നൈറ്റിനോട് എടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് റൂക്ക് വെച്ച് B2 പോയിന്റ് എടുക്കുമ്പോൾ വൈറ്റിൻ്റെ നൈറ്റിന് സപ്പോർട്ട് ഇല്ലാതാകും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിന് ഇടുന്നില്ല, പകരം നൈറ്റ് വെച്ച് നൈറ്റിന് എടുക്കുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ ബിഷപ്പിൻ്റെ ഡയഗണൽ കൂടെ ഓപ്പണായി കിട്ടിയിരിക്കുകയാണ്. ബ്ലാക്ക് പ്ലാൻ ചെയ്ത അറ്റാക്കുമായിട്ട് മുന്നോട്ട് പോയാണ് റൂക്ക് വെച്ച് B2 പോയിന്റ് എടുക്കുന്നു. ഇനി അടുത്ത മൂവിൽ ഒരു ചെക്കോട് കൂടി E2 പോയിന്റ് എടുക്കുകയും റൂക്കിനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. എന്നാൽ വൈറ്റ് ഇവിടെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല, പകരം നൈറ്റിനെ G5ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. അതായത് ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ച് പോണ്ടിട്ട് ചെക്ക് കൊടുത്താലും അപ്പോൾ ചെക്ക് മേറ്റ് അല്ല, കിങ്ങിന് D1ലേക്ക് മൂവ് ചെയ്യാം. എന്നാൽ ബ്ലാക്കിൻ്റെ കിങ് ഇവിടെ ഒരു മേറ്റിംഗ് ഫിഷനിലാണുള്ളത്. അടുത്ത മൂവിൽ നൈറ്റ് H7ലേക്ക് വന്ന് ചെക്ക് വരുവാണെങ്കിൽ അതൊരു ചെക്ക് മേറ്റ് ആണ്. ഈ ഡയഗണലിലേക്ക് ബിഷപ്പിന് കൺട്രോൾ ഉണ്ട്, കിങ്ങിനും പോയി സ്പേസും ഇല്ല, അപ്പോൾ അതോടെ ചെക്ക് മേറ്റ് ആവും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ ഒരു അറ്റാക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. നൈറ്റിനെ F6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് H7 കൺട്രോൾ ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്, നൈറ്റിനെ F4ലേക്ക് കൊണ്ടുവരുന്നു. ഈ മൂവും വളരെ സ്ട്രോങ് ആണ്. ഇപ്പോൾ നൈറ്റ് F4ലേക്ക് വന്നതോടെ E2 പോണിന് ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഇനി ആ പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാൻ കഴിയില്ല. എന്നാൽ അതേസമയം അതൊരു അറ്റാക്കിംഗ് മൂവാണ്. അതായത് അടുത്ത മൂവിൽ നൈറ്റ് വെച്ച് G6 പോയിന്റ് വെട്ടി ചെക്ക് കൊടുത്തുകൊണ്ട് ചെക്ക് മേറ്റ് ചെയ്യുകയാണ് വൈറ്റിൻ്റെ മറ്റൊരു ഉദ്ദേശം. ഇതോടെ ബ്ലാക്ക് പ്രതിരോധത്തിലായിരിക്കുകയാണ്. എന്നാൽ വളരെ മികച്ചൊരു മൂവിലൂടെ ബ്ലാക്ക് ഈ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ഇവിടെ ഈ ചെക്ക് മേറ്റ് ഒഴിവാക്കുന്നതിനായിട്ട് ബ്ലാക്കിൻ്റെ ഏറ്റവും നല്ല മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ കൂടുതൽ പേരും ചിന്തിച്ചിട്ടുണ്ടാവുക ഈ നൈറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ റൂക്കിനെയും ബിഷപ്പിനെയും സാക്രിഫൈസ് ചെയ്യാം എന്നാകും. അതായത് റൂക്ക് വെച്ച് E2 പോയിന്റ് ഇട്ടിട്ട് ചെക്ക് കൊടുക്കാം, അതിനുശേഷം ഈ നൈറ്റും ബിഷപ്പുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം എന്നാകും. എന്നാൽ വൈറ്റിനിപ്പോൾ നൈറ്റ് വെച്ച് റൂക്കിനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, കിങ്ങിനെ D1ലേക്ക് മൂവ് ചെയ്താൽ മതി. അതിനുശേഷം ഇപ്പോഴും ഈ ചെക്ക്മേറ്റ് ഫിഷിന് അതുപോലെ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ച് ആ പോയിന്റ് ചെക്ക് കൊടുക്കുന്നില്ല, പകരം മറ്റൊരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യം ക്വീനെ A5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ കിങ് D1ലേക്ക് മൂവ് ചെയ്യുന്നത് കൂടുതൽ അപകടമാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇവിടെ കിങ്ങിനെ F1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിന് ഒരു ചെക്കോട് കൂടി E2 പോയിന്റ് ഇട്ടിരിക്കുന്ന അവസരം കിട്ടിയിരിക്കുകയാണ്. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് E2 പോയിന്റ് ഇട്ടതുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ കിങ് G2ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ A8ലേക്ക് വന്ന് വീണ്ടും ചെക്ക് വരും. അതുകൊണ്ട് കിങ് G2ലേക്ക് മൂവ് ചെയ്യുന്നില്ല, പകരം G1ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റിൻ്റെ റൂക്കിന് E1ലേക്ക് കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും ഇനി പെട്ടെന്നൊരു ചെക്കിനുള്ള അവസരമില്ല. എന്നാൽ ബ്ലാക്കിൻ്റെ കിങ് ഇപ്പോഴും ചെക്ക്മേറ്റ് ഭീഷണിയിലാണ്. ബ്ലാക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ B8ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്കിൻ്റെ ഈ മൂവിന് പിന്നിൽ 2 ഉദ്ദേശങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ നൈറ്റ് വെച്ച് ചെക്ക് വരികയാണെങ്കിൽ കിങ്ങിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുക. രണ്ടാമത്തത് ഈ 2 റൂക്കുകളെയും ഒരേ ഫയലിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഇനി അടുത്ത മൂവിൽ റൂക്കിനെ B1ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുക്കുകയും ഈ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത ശേഷം റൂക്കും ക്വീനും ഉപയോഗിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് എടുത്ത് വിജയിക്കുമാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. എന്നാൽ വൈറ്റ് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ടും ഒന്നും ചെയ്യുന്നില്ല, പകരം വീണ്ടും ഒരു സ്ട്രോങ് മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റ് ഇവിടെ ഒരു സൈലൻറ്റ് കില്ലർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മൂവാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ബിഷപ്പിനെ F7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും വളരെ സ്ട്രോങ് മൂവാണ്. കാരണം ഇപ്പോൾ ബിഷപ്പ് F7ലേക്ക് വന്നതോടെ E8 കൂടെ വൈറ്റിൻ്റെ കൺട്രോളിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത മൂവിൽ നൈറ്റിനെ E6ലേക്ക് കൊണ്ടുവന്നോ അല്ലെങ്കിൽ G6 പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുത്തോ ചെക്ക്മേറ്റ് ചെയ്യുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ വൈറ്റിൻ്റെ ബിഷപ്പിന് നൈറ്റിൻ്റെ സപ്പോർട്ടും ഉണ്ട്. ഇതോടെ ബ്ലാക്ക് വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ്. എപ്പോഴും വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല. ബ്ലാക്ക് ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുന്നതെന്ന് നോക്കാം. ബ്ലാക്ക് ഇവിടെ റൂക്കിനെ B1ലേക്ക് കൊണ്ടുവന്ന് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. ഇത് ഗെയിമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വൈറ്റ് ഇവിടെ ഈ ഫോർക്കും ചെക്കിനെതിരെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഈ ഗെയിമിൻ്റെ റിസൾട്ട് ഇരിക്കുന്നത്.
വൈറ്റ് ഇവിടെ വളരെ മികച്ച രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കുകയാണ്. ഇപ്പോൾ ഈ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, പകരം കിങ്ങിനെ H2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇത് ഈ പൊസിഷനിലെ ഏറ്റവും ബെസ്റ്റ് മൂവ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ കിങ്ങിനെ ഇവിടുന്ന് മാറ്റുന്നതിന് പകരം ഈ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്താൽ എന്താണ് പ്രശ്നമെന്ന് നോക്കാം. അത് കാണാൻ താല്പര്യമില്ലാത്തവർ ഈ ഭാഗം സ്കിപ്പ് ചെയ്ത ശേഷം തുടർന്ന് കാണുക. ഇവിടെ ഇപ്പോൾ റൂക്ക് വെച്ച് റൂക്കിനെ ഇട്ടിരുന്നെങ്കിൽ അടുത്ത റൂക്ക് വെച്ച് ആ റൂക്കിനെ ഇട്ടി അതേ ചെക്ക് തന്നെ വീണ്ടും വരും. ഇവിടെ ഇപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ കിങ്ങിനെ G2ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ H2ലേക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ കിങ്ങിനെ G2ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്വീൻ A8ലേക്കൊന്ന് ചെക്ക് വരും. ഇപ്പോൾ കിങ്ങിന് എങ്ങോട്ടേക്കും മാറാൻ പറ്റില്ല. എങ്ങോട്ടെങ്കിലും മാറുകയാണെങ്കിൽ ക്വീൻ ഉപയോഗിച്ചോ റൂക്ക് ഉപയോഗിച്ചോ റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. ഇവിടേക്ക് ബിഷപ്പിനും നൈറ്റിനും കൺട്രോളുണ്ട്. അല്ലാതെ ഇപ്പോൾ പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ബിഷപ്പ് വെച്ച് ആ പോണിനോട്ട് വീണ്ടും ചെക്ക് വരും. ഇപ്പോഴും വൈറ്റിനിവിടെ നല്ല ഓപ്ഷനൊന്നുമില്ല, കാരണം ഈ രണ്ട് സ്കോറിലേക്ക് എവിടേക്ക് മാറിയാലും റൂക്ക് വെച്ച് റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. കിങ് F2ലേക്ക് മൂവ് ചെയ്താലും നൈറ്റ് G4ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ ഇവിടെയുള്ളൊരു ഓപ്ഷൻ ഈ നൈറ്റ് വെച്ച് ഈ ബിഷപ്പിൻ്റെ ചെക്ക് വെട്ടിമാറ്റുക എന്നാണ്. ഇവിടെയുള്ള പ്രധാന പ്രശ്നം ഈ നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ ഈ ബിഷപ്പിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി വൈറ്റിൻ്റെ ഭാഗത്തുനിന്നും ഇവിടെ ഒരു ചെക്ക്മേറ്റിനുള്ള സാധ്യതയില്ല. കിങ്ങിന് ആ ബിഷപ്പിനെ വെട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് മാറാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് തന്നെ വേണമെങ്കിൽ ധൈര്യമായിട്ട് ഈ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ റൂക്കിനെ B2ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാം. വൈറ്റ് ഈ ചെക്ക് എങ്ങനെ തന്നെ ഒഴിവാക്കിയാലും അടുത്ത മൂവിൽ കിങ് വെച്ച് ആ ബിഷപ്പിനെ കൂടെ വെട്ടിയെടുത്ത ശേഷം ബ്ലാക്കിന് ഈ ഗെയിം വളരെ ഈസി ആയിട്ട് വിജയിക്കാൻ കഴിയും. ഇവിടെ റൂക്ക് വെച്ച് റൂക്കിനെ വെട്ടി ചെക്ക് വരുമ്പോൾ കിങ് G2ലേക്ക് മൂവ് ചെയ്താലുള്ള വേരിയേഷനാണ് ഇപ്പോൾ നോക്കിയത്. ഇനി കിങ് H2ലേക്ക് മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇങ്ങനെ H2ലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ റൂക്ക് വെച്ച് റൂക്കിനെട്ടിക്കൊണ്ട് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ വൈറ്റിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ കിങ് വെച്ച് റൂക്കിനെട്ട് എടുക്കാം, അല്ലെങ്കിൽ G2ലേക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ കിങ് വെച്ച് റൂക്കിനെട്ട് എടുക്കുകയാണെങ്കിൽ ക്വീൻ E1ലേക്കൊന്ന് ചെക്ക് വരും. ഇവിടെയും ഇപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ G2ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ H2ലേക്ക് മൂവ് ചെയ്യാം. H2ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് G4ലേക്കൊന്ന് വീണ്ടും ചെക്ക് വരും. ഇവിടെയും ഇപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ H3ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ G2ലേക്ക് മൂവ് ചെയ്യാം. G2ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ F1ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. H3ലേക്ക് മൂവ് ചെയ്താലും ക്വീൻ H1ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ബ്ലാക്കിന് വളരെ വേഗം വിജയിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് വൈറ്റ് ഇപ്പോൾ ഇവിടെ റൂക്ക് വെച്ച് റൂക്കിനെ ഇടുന്നതിന് പകരം കിങ്ങിനെ H2ലേക്ക് മൂവ് ചെയ്തത്. ഇവിടെ ഇപ്പോഴും ബ്ലാക്ക് ചെക്ക്മേറ്റ് ഫിഷിനെ നേരിടുകയാണ്. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ ഒരു ചെക്കോട് കൂടി ഈ റൂക്ക് വെച്ച് റൂക്കിനെ എടുക്കാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അത് ചെയ്യുന്നില്ല. വീണ്ടും ഒരു സ്ട്രോങ് മൂവാണ് ചെയ്യുന്നത്. നൈറ്റിനെ G4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ കിങ്ങിനെ G2ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ H3ലേക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ G2ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ കണ്ട പോലെ ക്വീൻ A8ലേക്ക് ഒന്ന് ചെക്ക് വരികയും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അറ്റാക്കിലൂടെ ബ്ലാക്കിന് ഗെയിം വിജയിക്കാനും കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ കിങ്ങിനെ G2ലേക്ക് മൂവ് ചെയ്യുന്നില്ല, പകരം H3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോഴും ബ്ലാക്കിന് ചെക്കല്ലാതെ മറ്റൊരു മൂവിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. കാരണം ചെക്കല്ലാതെ മറ്റൊരു മൂവ് കിട്ടുകയാണെങ്കിൽ വൈറ്റിന് നൈറ്റ് പോയി ചെക്ക് കൊടുത്തുകൊണ്ട് അപ്പോൾ തന്നെ വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ഒരു ചെക്കോടുകൂടി റൂക്കുകൾ എക്സ്ചേഞ്ച് ചെയ്യാണ്. റൂക്ക് വെച്ച് റൂക്കിനെട്ടിക്കൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചുവെട്ടിക്കൊണ്ട് ആ ചെക്ക് ഒഴിവാക്കുന്നു. ഇതോടെ വൈറ്റിൻ്റെ ഏകദേശം എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയിട്ടുണ്ട്. ഇനി ബ്ലാക്ക് എന്ത് തന്നെ മൂവ് ചെയ്താലും നൈറ്റിനെ E6ലോ G6ലേക്കോ കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് വൈറ്റിന് ഈ ഗെയിം വിജയിക്കാൻ കഴിയും. എന്നാൽ വളരെ മികച്ചൊരു മൂവിലൂടെ ബ്ലാക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ബ്ലാക്കിനിപ്പോൾ ഈ ചെക്ക്മെൻറ്റിൽ നിന്നും ഒഴിവാകാനായിട്ട് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ ഏതെങ്കിലും പീസ് വെച്ച് ഈ നൈറ്റിനെ വെട്ടിമാറ്റണം, അല്ലെങ്കിൽ ആ നൈറ്റിനെ അവിടെ നിന്നും മൂവ് ചെയ്യിക്കാതാക്കണം. ഇപ്പോൾ എന്തായാലും ഈ നൈറ്റിനെ ഇവിടെ നിന്നും വെട്ടിമാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഈ നൈറ്റിനെ ഇവിടെ നിന്നും മൂവ് ചെയ്യിക്കാതാക്കുക. അതാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. അതിനായിട്ട് ബ്ലാക്ക് ഇവിടെ വളരെ മികച്ചൊരു മൂവാണ് ചെയ്യുന്നത്. നൈറ്റ് ഉപയോഗിച്ച് F2ലെ പോണിനെ വെട്ടി ചെക്ക് കൊടുത്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ്. ഒന്നാമത്തെ കാരണം ഇതൊരു ഫോർക്കും ചെക്കാണ്. ഇപ്പോൾ റൂക്കിനെതിരെ അറ്റാക്കുണ്ട്. രണ്ടാമത്തെ കാരണം വൈറ്റ് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ കിങ്ങിനെ G2ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ ക്വീൻ A8ലേക്ക് ഒന്ന് ചെക്ക് വരികയും വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് വരികയും ചെയ്യും.
അല്ലാതുള്ളൊരു ഓപ്ഷൻ കിങ്ങിനെ H4ലേക്ക് മൂവ് ചെയ്യാണ്. അങ്ങനെ H4ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് റൂക്കിനെ B4ലേക്ക് കൊണ്ടുവന്ന് ഈ നൈറ്റിനെ പിൻ ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു പിന്നിങ് ഉള്ളതുകൊണ്ട് തന്നെ ഈ നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വൈറ്റ് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുന്നു. ഈ നൈറ്റ് സാക്രിഫൈസിലൂടെ ബ്ലാക്കിന് ഈ ചെക്ക്മേറ്റ് ഫിഷനിൽ നിന്നും എങ്ങനെയാണ് ഒഴിവാക്കാൻ കഴിയുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ബ്ലാക്ക് വീണ്ടും ഒരു പീസിനെ സാക്രിഫൈസ് ചെയ്യാണ്. ബിഷപ്പിനെ G4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ആ ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റിന് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കിങ്ങിനെ വേറെ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യണമെങ്കിൽ ബ്ലാക്കിന് ബിഷപ്പിനെ F5ലേക്ക് കൊണ്ടുവരാം. അതോടെ ഈ 2 സ്ക്വയറുകളും ബ്ലാക്കിൻ്റെ കൺട്രോളിലാകും. അതുകൊണ്ട് തന്നെ ഇനി നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കാൻ കഴിയില്ല. അതോടെ വൈറ്റിൻ്റെ അറ്റാക്കിംഗ് സാധ്യതകളെല്ലാം ഇല്ലാതാകുകയും ബ്ലാക്ക് ഗെയിം വിജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വൈറ്റ് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. കിങ് ഉപയോഗിച്ച് ബിഷപ്പിന് എടുക്കുന്നു. ഇതുപോലെ വൈറ്റിൻ്റെ കിങ്ങിനെയും നൈറ്റിനെയും ഒരേ റാങ്കിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ബ്ലാക്ക് ഇവിടെ 2 പീസുകളെ സാക്രിഫൈസ് ചെയ്തത്. എന്തായാലും ബ്ലാക്ക് പ്ലാൻ ചെയ്ത പോലെ തന്നെ വൈറ്റിൻ്റെ കിങ്ങും നൈറ്റും ഒരേ റാങ്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് റൂക്കിനെ B4ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ആ നൈറ്റ് പിന്നിങ്ങിലായത് കാരണം ഇനി അടുത്ത മൂവിൽ നൈറ്റിനെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ചെക്ക് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് വൈറ്റ് വേഗം ആ നൈറ്റിനെ പിന്നിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അതിനായിട്ട് കിങ്ങിനെ F3ലേക്ക് മൂവ് ചെയ്യുന്നു. കിങ് ഇപ്പോൾ F3ലേക്ക് വന്നതുകൊണ്ട് തന്നെ ബ്ലാക്കിന് വീണ്ടും ചെക്ക് കൊടുക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. ബ്ലാക്ക് ക്വീനിനെ A3ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പ് ഉപയോഗിച്ച് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ക്വീനിനെ A8ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് അടുത്ത ബിഷപ്പ് ഉപയോഗിച്ച് ആ ചെക്കും ബ്ലോക്ക് ചെയ്യുന്നു. ആ ബിഷപ്പിന് ഇപ്പോൾ നൈറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. പോരാത്തതിന് ഇപ്പോൾ ക്വീനെതിരെ അറ്റാക്കുമാണ്. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീൻ അറ്റാക്കിലാണെങ്കിലും ബ്ലാക്കിനിവിടെ റിമൂവിങ് ദ ഡിഫൻഡർ എന്ന സിമ്പിൾ ടാക്ടിക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഗെയിം വിജയിക്കാമായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇത്രയും സമയം വളരെ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ബ്ലാക്ക് ആ ഒരു സിമ്പിൾ ടാക്ടിക് ഇവിടെ മിസ് ചെയ്യുകയാണ്. അദ്ദേഹം വളരെ വേഗത്തിൽ ആ ക്വീനിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുകയാണ്. ക്വീനിനെ A5ലേക്ക് മൂവ് ചെയ്യുന്നു. ഇത് ഗെയിമിലെ തന്നെ ഏറ്റവും വലിയൊരു ബ്ലണ്ടറാണ്. ഇവിടെ ബ്ലാക്കിനുണ്ടായിരുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ ഈ റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടിക്കൊണ്ട് ചെക്ക് കൊടുക്കുക എന്നാണ്. വൈറ്റ് ഇപ്പോൾ ഈ ചെക്ക് എങ്ങനെ തന്നെ ഒഴിവാക്കിയാലും ബ്ലാക്കിന് ക്വീൻ ഉപയോഗിച്ച് ഈ ബിഷപ്പിനെ കൂടെ വെട്ടിയെടുക്കാമായിരുന്നു. പിന്നീട് വൈറ്റിന് ഗെയിമിലേക്ക് തിരിച്ചു വരാൻ യാതൊരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഗെയിം വിജയിക്കാമായിരുന്നു. എന്നാൽ ബ്ലാക്ക് ഇവിടെ ക്വീനിനെ അറ്റാക്കിൽ നിന്നും A5ലേക്ക് മൂവ് ചെയ്തതോടെ അടുത്ത 6 മൂവിൽ വൈറ്റ് ബ്ലാക്കിനെ ചെക്ക്മേറ്റ് ചെയ്യുകയായിരുന്നു. ഈ വീഡിയോ പോസ് ചെയ്ത ശേഷം ആ 6 മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ വൈറ്റിൻ്റെ ആദ്യത്തെ മൂവ് നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കുക എന്നതിനാണ്. എന്നാൽ ഏത് നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. വൈറ്റ് F4ലെ നൈറ്റ് ഉപയോഗിച്ചാണ് ചെക്ക് കൊടുക്കുന്നത്. കാരണം G5ലെ നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊരു ചെക്കാണെങ്കിലും വൈറ്റിന് F7ലേക്കുള്ള കൺട്രോൾ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അടുത്ത നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബ്ലാക്കിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ E8ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ G8ലേക്ക് മൂവ് ചെയ്യാം. E8ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ബിഷപ്പ് പോയി ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് E8ലേക്ക് മൂവ് ചെയ്യുന്നില്ല, പകരം G8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ ഈ ബിഷപ്പിൻ്റെ ഡയഗണലിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നൈറ്റിനെ C7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുന്നു. ഇവിടെയും 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ കിങ്ങിനെ F8ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പോൺ ഉപയോഗിച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യാം. ഇപ്പോൾ കിങ്ങിനെ F8ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് H7ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിങ് F8ലേക്ക് മൂവ് ചെയ്യുന്നില്ല, പകരം പോൺ ഉപയോഗിച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് ആ പോൺ ഇട്ടിക്കൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിന് F8ലേക്ക് മൂവ് ചെയ്യാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് കിങ് F8ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് നൈറ്റിനെ H7ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന പോൺ ഇങ്ങോട്ടേക്ക് മാറിയതോടെ കിങ്ങിനിപ്പോൾ മൂവ് ചെയ്യാൻ സ്പേസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് കിങ്ങിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ബിഷപ്പിനെ G5ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ സ്ക്വയറുകളൊന്നുമില്ല. എല്ലാ സ്ക്വയറിലേക്കും വൈറ്റിന് കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരുന്നു. ഈ സമയത്ത് ബിഷപ്പ് വെച്ച് ബിഷപ്പിനായിട്ട് ചെക്ക് വന്നതോടെ ചെക്ക്മേറ്റായി. ആ ബിഷപ്പിനിപ്പോൾ നൈറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. ഈ ബിഷപ്പിന് ഈ നൈറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ സ്പേസ് ഒന്നുമില്ല. അതോടെ ചെക്ക്മേറ്റായി. 2 ഭാഗത്തു നിന്നും വളരെ മികച്ച മൂവുകളും അതുപോലെ വളരെ മോശം മൂവുകളുള്ള വളരെ നല്ലൊരു ഗെയിമായിരുന്നു. 2 നൈറ്റുകളുടെ സഹായത്തോടെ 2 ബിഷപ്പുകൾ മാത്രം ഉപയോഗിച്ചുള്ള ചെക്ക്മേറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി.
ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഗെയിമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.